2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ചോദ്യം തുടർ ഭരണമോ ഭരണമാറ്റമോ എന്നതാണ്. തുടർ ഭരണം എന്ന് LDF പറയുമ്പോൾ ഭരണമാറ്റമുണ്ടാകും എന്ന് UDF-ഉം, ഭരണമാറ്റം മാത്രമല്ല തങ്ങൾക്ക് വലിയ തോതിലുള്ള എൻട്രി ഉണ്ടാവും എന്ന് BJP മുന്നണി NDA-യും പറയുന്നു. ഇന്നത്തെ പൊതു സാഹചര്യം, ഇതുവരെയുള്ള പ്രചരണങ്ങളും സ്ഥാനാർത്ഥികളും എല്ലാം വിലയിരുത്തിയാൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നമ്മൾ കാണുമ്പോൾ കൃത്യമായും ഒരു ഭരണമാറ്റത്തിന് അനുകൂലമായൊരു വികാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്കുകൂട്ട്. അത് വെറുതെ നമ്മുടെ വെറും കണക്കല്ല. ഉദാഹരണത്തിന് 2021 തുടർ ഭരണം കിട്ടി അധികാരത്തിൽ വന്ന ഗവൺമെന്റാണ് ഇവിടെയുള്ളത്. രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് ജനങ്ങൾക്ക് ഒന്നാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള മതിപ്പില്ല എന്ന് എല്ലാ സർവേകളും കാണിച്ചിട്ടുണ്ട്, എല്ലാ തരത്തിലുള്ള ഇതുകളും. മാത്രമല്ല, സർവേ മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും, അത് തൃക്കാക്കരയായാലും ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി ആയാലും മറ്റ് എവിടെയായാലും നിലമ്പൂരായാലും വലിയ തോതിൽ ഇടതുപക്ഷത്തു നിന്ന് വോട്ട് ചോർച്ച ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നു എന്ന് വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും വലിയ തോതിലുള്ള മുന്നേറ്റം, ഒരു ചരിത്രപരമായ മുന്നേറ്റം തന്നെ പറയാവുന്ന തരത്തിൽ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത വിധത്തിൽ UDF-ലേക്ക് വോട്ട് പോയിട്ടുണ്ട്. മാത്രവുമല്ല, കേരളത്തിന്റെ ഫലം നിശ്ചയിക്കുന്ന നിർണായകമായ വിഭാഗങ്ങൾ UDF-നോട് കൂടുതൽ അടുത്തിട്ടുണ്ട്. 2021 അന്നത്തെ CAA-യും കോവിഡും അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഇടതുപക്ഷത്തോടും അല്പം അടുത്തിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പ്രത്യേകിച്ചും മലബാറിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളും മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും വലിയ തോതിൽ UDF-നോട് അടുത്തിട്ടുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പുകൾ കാണിക്കുന്നത്. അതാണ് പൊതുവായിട്ടുള്ളൊരു ചിത്രം. ദക്ഷിണ കേരളത്തിൽ LDF അതിന്റെ അടിത്തറ പിടിച്ചു നിർത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ദക്ഷിണ കേരളത്തിലെ ഫലം ഒരു പരിധിവരെ നിർണ്ണയിക്കുക UDF LDF മാത്രമല്ല NDA കൂടിയായിരിക്കും എന്ന് നമുക്ക് ഏതാണ്ട് പറയാൻ കഴിയും. കാരണം BJP-ക്ക് നിർണായകമായ സ്വാധീനങ്ങളുള്ള കുറെ മണ്ഡലങ്ങൾ തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ഉണ്ട്. അതുകൂടി കണക്കിലെടുക്കുമ്പോൾ അവരുടെ വോട്ടിന്റെ ഷിഫ്റ്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെ പരിശോധിക്കേണ്ടത്. NDA-യുടെ വോട്ട് ഷിഫ്റ്റിനെ കുറിച്ച് നമ്മൾ പൊതുവായി ചർച്ച ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യം, NDA-യുടെ വോട്ട് മുമ്പൊക്കെ കൂടുന്നത് UDF-ന്റെ വോട്ട് ബാങ്കിൽ കട്ട് ചെയ്തുകൊണ്ടാണ്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് 38-40% വോട്ട് കിട്ടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ LDF-ന് 90-100 സീറ്റൊക്കെ കിട്ടിയിരുന്നു. കാരണം എതിരാളികൾ വിഭജിക്കപ്പെട്ടു പോയി. അത് പക്ഷേ രണ്ടാം ഘട്ടമാകുമ്പോൾ NDA-യിലേക്ക് കൂടുതൽ വോട്ട് വരുന്നത് UDF-ൽ നിന്നല്ല LDF-ൽ നിന്നാണ് എന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പും മറ്റു പല തെരഞ്ഞെടുപ്പുകളും കാണിക്കുന്നത്. അത് ഇത്തവണ എത്രത്തോളം ഉണ്ടാകും? NDA വലിയ ഒരുക്കത്തോടു കൂടി വളരെ പണം ചെലവാക്കി വലിയ ക്യാമ്പയിൻ നടത്തി, നമ്മുടെ നാട്ടിൽ പ്രചരണം നടത്തി, ഞങ്ങൾ നിർണായക ശക്തിയാവും, ഒരു തൂക്ക് മന്ത്രിസഭ വരും, ഇങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോ അവർ എത്ര വോട്ട് LDF-ൽ നിന്ന് എത്ര വോട്ട് UDF-ൽ നിന്ന് പിടിക്കും എന്നതാണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും നിർണായകമായ വിധി. അപ്പോൾ പൊതുവെ ഉത്തര കേരളത്തിലും മധ്യ കേരളത്തിലും മേൽക്കൈ നേടുക വഴി ഒരു ഭരണമാറ്റത്തിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ FCRA പോലുള്ള ഒരു വിഷയം വന്നതോടുകൂടി ക്രിസ്ത്യൻ മേഖലയിൽ ഉണ്ടായിരുന്ന ചെറിയൊരു ചാഞ്ചാട്ടവും ഏതാണ്ട് അവസാനിച്ച പോലെയാണ്. ഇപ്പൊ തൃശ്ശൂരൊക്കെ അതിന്റെ ലക്ഷണങ്ങൾ മുമ്പേ കണ്ടു തുടങ്ങി. BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച തൃശ്ശൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വലിയ തകർച്ചയാണ് ഉണ്ടായത്. തൃശ്ശൂർ നഗരസഭ അടക്കം വലിയ തകർച്ചയുണ്ടായി. അതിനൊരു കാരണം സുരേഷ് ഗോപി എന്ന ആ കഥാപാത്രം ജനങ്ങൾക്ക് നൽകിയ സന്ദേശമാണ്. അദ്ദേഹത്തെ ജയിപ്പിച്ചത് മോശമായി പോയി എന്ന് പിന്നീട് തന്നെ ജനങ്ങൾക്ക് തന്നെ ബോധ്യം വന്നു, വോട്ട് ചെയ്തവർക്ക് തന്നെ ബോധ്യം വന്നു. രണ്ടാമത്തെ വിഷയം, BJP-യോട് അടുക്കാൻ ശ്രമിച്ചിരുന്ന ക്രിസ്ത്യ വിഭാഗങ്ങളിൽ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായി. അവർ പരമ്പരാഗതമായി UDF-ന്റെ വോട്ടർമാരാണ്, അവിടേക്ക് പോയി എന്ന് മാത്രമല്ല FCRA വന്നതോടുകൂടി ആ വിഭാഗം അവിടെ ഉറപ്പിച്ചു. അതുകൊണ്ടാണ് മധ്യ കേരളത്തിൽ ഇപ്പോഴും UDF-ന് മേൽക്കൈ കിട്ടുന്നത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ഭരണമാറ്റത്തിനാണ് സാധ്യത. മറ്റൊന്ന് സർവേകൾ ഒപ്പത്തിനൊപ്പം തുല്യം എന്നൊക്കെ പറയുമ്പോൾ സർവേകളിലൊന്നും യാതൊരു കഥയും ചുണ്ണാമ്പുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സീറ്റ് അനുസരിച്ചുള്ളവരുടെ സർവേ ഒക്കെ നമ്മൾ കുറെ കണ്ടതാണ്.
ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇപ്പൊ ചിലർ നടത്തിയ സർവേ നടത്തിയ ഒപ്പത്തിനൊപ്പം എന്നൊക്കെ പറഞ്ഞവരുടെ സർവേയിൽ നമ്മൾ കണ്ടു. വടകര ഒപ്പത്തിനൊപ്പം എന്ന് അവർ പറഞ്ഞു 1.25 ലക്ഷം വോട്ടിനാണ് ഷാഫി ജയിക്കുന്നത്. ഒപ്പത്തിനൊപ്പം എന്നല്ല, ഒരു സ്ലൈറ്റ് എഡ്ജ് ശൈലജയ്ക്കാണ്. അതിന് സാഹചര്യമുണ്ട്. കാരണം അവിടെ ഇടതുപക്ഷം വൻതോതിൽ ഭൂരിപക്ഷം നേടി ജയിച്ച അസംബ്ലി മണ്ഡലങ്ങളാണ് അവിടെയുള്ളത്. വടകര മണ്ഡലത്തിൽ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് UDF ജയിച്ചിരുന്നത്. അത് KK രമ മത്സരിച്ച വടകര അസംബ്ലി മണ്ഡലത്തിൽ. ബാക്കി എല്ലാം LDF ജയിച്ച മണ്ഡലങ്ങളാണ്. ശൈലജ ടീച്ചറുടെ സ്റ്റാർ കാൻഡിഡേറ്റ് ആണ്, സ്റ്റാർ ക്യാമ്പയിനാണ്. അവരെ 1.25 ലക്ഷം വോട്ടിനാണ് വടകര തോൽക്കുന്നത്, ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞു. അതുപോലെ പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ വലിയ തോതിൽ പ്രചരണം നടത്തി. പാലക്കാട് ഇതാ ശ്രീകണ്ഠൻ 3ാം സ്ഥാനത്തേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത്. NDAയും LDFും തമ്മിലാണ് മത്സരം എന്നൊക്കെ കഥ പറഞ്ഞു. പക്ഷെ കഥ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും ഉണ്ടായില്ല. ശ്രീകണ്ഠൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഞാൻ പറഞ്ഞത്, ഈ ജനങ്ങളുടെ ട്രെൻഡ് മനസ്സിലാക്കാനുള്ള ശേഷിയൊന്നും ഇപ്പൊ മാധ്യമങ്ങൾക്കില്ല, രാഷ്ട്രീയ പാർട്ടികൾക്കും ഇല്ല. അതുകൊണ്ട് അണ്ടർ കറന്റ്സ് ഒരിക്കലും മനസ്സിലാവില്ല. ഇപ്പൊ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അണ്ടർ കറന്റ് ഒരു സംശയവും വേണ്ട, അത് ND ഗവൺമെന്റ് ആണ്. പ്രോ ഗവൺമെന്റ് ആണെങ്കിൽ കുറെ കൂടി വിസിബിൾ ആയി. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി, ഒരു ഭരണമാറ്റത്തിന് അനുകൂലമായി ഒരു വോട്ടായിരിക്കും ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഇനി പോളിംഗ് പെർസെൻറ്റേജ് ഒക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ അനാലിസിസ് ആവശ്യമുണ്ട്. പോളിംഗ് പെർസെൻറ്റേജിലും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. പോളിംഗ് പെർസെൻറ്റേജ് കൂടി എന്നതുകൊണ്ട് മാത്രം ഇത്തവണ വലിയ കൂടുതൽ വോട്ട് വന്നു എന്ന് പറയാൻ പറ്റില്ല. അതിനൊരു കാരണം SIR ആണ്. പല മണ്ഡലങ്ങളിലും SIR വലിയ തോതിൽ വോട്ട് വെട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന തൃക്കാക്കര മണ്ഡലത്തിൽ 33,000-ഓളം വോട്ട് പോയിട്ടുണ്ട്. എറണാകുളം മണ്ഡലത്തിൽ അതുപോലെ പോയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ പോയിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്ക് എന്നാൽ ഇത് വളരെ കൂടുതലാണ്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ 44,000 വോട്ടാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ്. അപ്പൊ ശതമാനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ തവണ പോൾ ചെയ്ത വോട്ട് ഇത്തവണ പോൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ശതമാനം ഇത്തവണ കൂടുതലായിരിക്കും. കാരണം SIR വന്നുകൊണ്ട് കുറെ മരിച്ചവരും സ്ഥലത്തില്ലാത്തവരൊക്കെ പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ താലിക വോട്ടിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശതമാനം മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ തവണ 70% എന്ന് പറഞ്ഞാൽ ഇത്തവണ 80-85 വന്നാലാണ് അത്രയും വോട്ട് വരിക. അതുകൊണ്ട് പോളിംഗിന്റെ രീതി ഇപ്പൊ രാവിലെ തിരക്ക് കൂടും. രാവിലെ തിരക്ക് കൂടുന്നത് കാരണം ചൂടുള്ളതുകൊണ്ടാണ്. ആളുകൾ പരമാവധി ചൂടാവുന്നതിന് മുമ്പ് പോയി വോട്ട് ചെയ്യാം. ഇനി ഉച്ചയ്ക്ക് തിരക്ക് കുറയും. വൈകുന്നേരം കുറേയും കൂടി കഴിയുമ്പോൾ 4-5 മണിയൊക്കെ ആകുമ്പോഴേക്കും ആളുകൾ വീണ്ടും വരും. ഇത്തവണ നീണ്ട ക്യൂ ഉണ്ടാവും വൈകുന്നേരം. എന്താ കാര്യം? ചൂടത്ത് വന്ന് നിൽക്കാൻ പറ്റില്ല, ചൂടത്താർക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അത്തരം കാര്യങ്ങളുണ്ട്. പിന്നെ പോളിംഗ് കൂടിയാലോ കുറഞ്ഞാലോ ആർക്കാണ്, അതൊക്കെ വിലയിരുത്തണമെങ്കിൽ പല കാരണങ്ങളുണ്ട്. ഏത് വിഭാഗത്തിന്റെ വോട്ട് കൂടുതൽ വരുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഫലം ഒറ്റ നോട്ടത്തിൽ ഭരണമാറ്റത്തിന് വേണ്ടിയുള്ളതാകും എന്നാണ് ഞാൻ കരുതുന്നത്.